പ്രശാന്ത് ഏട്ടാ, നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയാണോ അതോ അതൊരു കൊലപാതകമാണോ എന്ന് സംശയം മാധ്യമങ്ങളും ഒപ്പം കുടുംബം തന്നെ നേരത്തെ തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. അതിന് പിന്നിൽ പ്രോസിക്യൂഷൻ്റെ പരാജയമാണ്, പ്രോസിക്യൂഷൻ്റെ ഒത്തുകളിയാണെന്ന് പറയുന്നു. ഇപ്പോൾ മറ്റ് പല കാര്യങ്ങളുമാണ് ചർച്ചയാവുന്നത്. അതിൽ പ്രധാനമായിട്ടും പ്രശാന്തിൻ്റെ മൊഴികളിലെ വൈരുദ്ധ്യമാണ്. ആ വൈരുദ്ധ്യം കോടതിയിൽ ചർച്ചയായിട്ടില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ഈ വിഷയത്തിൽ ദിവ്യക്ക് ജാമ്യം കിട്ടിയത് എങ്ങനെയെന്ന് നോക്കാം. വളരെ നഗ്നമായ ഒത്തുകളിയാണ്. അതായത് പ്രോസിക്യൂഷൻ പ്രതിഭാഗവുമായി ചേർന്ന് ഒത്തുകളിച്ചിട്ടാണ് ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയത്. ദിവ്യയ്ക്ക് ജാമ്യം കൊടുക്കരുത് എന്ന വാദത്തിന് ഉപോത്ബലകമായിട്ട് പ്രോസിക്യൂഷൻ ഉന്നയിച്ച ഒരേ ഒരു കാര്യം, ദിവ്യ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, മറ്റൊരു തെളിവുകളും കോടതിയിൽ ഹാജരാക്കുകയോ വാദമുന്നയിക്കുകയോ പ്രോസിക്യൂഷൻ ചെയ്തിട്ടില്ല. അതായത് ഈ കളക്ടറുടെ മൊഴി, കളക്ടറെക്കുറിച്ച് ഗീത റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്, ഇതൊക്കെ സർക്കാരിൻ്റെ വക്കീലല്ലേ പ്രോസിക്യൂഷൻ ഇതെല്ലാം കോടതിയിൽ ഹാജരാക്കാനും കോടതിയെ കൊണ്ട് വിളിച്ചു വരുത്തിക്കാനും. ഇപ്പോൾ സർക്കാർ കൊടുത്തില്ലെങ്കിൽ പ്രോസിക്യൂഷന് പറയാമല്ലോ, ഈ റിപ്പോർട്ട്, ഗീതയുടെ റിപ്പോർട്ട് ഹാജരാക്കണം, ആ റിപ്പോർട്ടിന് കോടതി പരിശോധിക്കാതെ ജാമ്യം കൊടുക്കരുതെന്ന് പറയാമല്ലോ. അങ്ങനെ ചെയ്തില്ല. മാത്രമല്ല, ഏത് പ്രതിക്കെതിരെയും പ്രോസിക്യൂഷൻ പറയുന്ന വെറും ഒരു ഡൂക്കിലി ന്യായമാണ്, എന്താ, അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. അപ്പോൾ ദിവ്യ മറുപടി പറഞ്ഞു, ദിവ്യയുടെ വക്കീൽ മറുപടി പറഞ്ഞു, അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്, മുൻകൂർ ജാമ്യം നിഷേധിച്ച ഉടനെ കോടതി പോലീസിന് കീഴടങ്ങി, പോലീസ് പറഞ്ഞതെല്ലാം അനുസരിച്ചിട്ടുണ്ട്, ഒരു പൊതുപ്രവർത്തകയാണ്, 10 വയസ്സ് പഠിക്കുന്ന ഒരു മകളുടെ അമ്മയാണ്, വയസ്സായ മാതാപിതാക്കളുണ്ട് വീട്ടിൽ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതുമല്ല ഞാൻ ഈ കുറ്റം ചെയ്തിട്ടില്ല, അഴിമതിക്കെതിരെയാണ് ഞാൻ പോരാടിയത്, അല്ല നവീൻ ബാബു ആത്മഹത്യ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുകയോ അതിനു വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തുകയോ നടപ്പാക്കുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, പച്ചക്കള്ളം പറഞ്ഞു. എന്താ, ആ ദിവ്യയുടെ പ്രസംഗം പുറത്തു വിട്ട് വൈറലാക്കിയത് ഞാനല്ല, അത് മാധ്യമങ്ങളിൽ കൂടെ വന്നാണ്. ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനൊരു പച്ചക്കള്ളവും കൂടെ പറഞ്ഞിട്ടാണ് ദിവ്യ ജാമ്യം നേടുന്നത്. ഇതിനെ ഒന്നും എതിർക്കാൻ ഈ പ്രോസിക്യൂഷൻ നിൽക്കാതെ ഒത്തുകളിക്കുകയായിരുന്നു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ അതിനെ സംബന്ധിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യമേ ഇത് മനസ്സിലായി, ഈ ഒത്തുകളിയാണെന്നുള്ളത് ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയ ദിവസം തന്നെ അതിന് പിന്നിൽ ഒത്തുകളിയാണെന്ന് അന്ന് തന്നെ പുറത്തു വന്നതാണ്. ഈ കളക്ടർ അരുൺ കെ വിജയനെതിരായ റിപ്പോർട്ട്, അരുൺ കെ വിജയൻ്റെ ഈ നവീൻ ബാബു കുറ്റസമ്മതം നടത്തി. ഇതിൽ അരുൺ കെ വിജയൻ പറയുന്നുണ്ടല്ലോ, നവീൻ ബാബു വന്നു പറഞ്ഞു താൻ തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, തെറ്റുപറ്റിപ്പോയി എന്ന്. പക്ഷേ ഈ ഗീതയുടെ റിപ്പോർട്ടിൽ അത് കാണുന്നില്ല. അല്ല, ഗീതയുടെ റിപ്പോർട്ടിൽ അതുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ, കളക്ടറുടെ മൊഴി സീല് വെച്ച കവറിലാണ് കൊടുത്തിരിക്കുന്നത്. അതും റിപ്പോർട്ടിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട് ഗീത. മനസ്സിലായില്ലേ? അപ്പോൾ അത് റിപ്പോർട്ടിൻ്റെ തന്നെ ഭാഗമാണ്. റിപ്പോർട്ടിൽ എഴുതി ചേർത്തിട്ടുണ്ടാവില്ല, ഇതാ കളക്ടറുടെ മൊഴി ഇതോടൊപ്പം ഉണ്ട് എന്ന് റിപ്പോർട്ടിനകത്ത് പറയും. അപ്പോൾ അതും അന്വേഷിച്ച് കൃത്യമായിട്ട് എത്തിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ റവന്യൂ സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയൊക്കെ കണ്ടിട്ട് അത് റവന്യൂ മന്ത്രിയുടെ കയ്യിലും തുടർന്ന് മുഖ്യമന്ത്രിയുടെ കയ്യിലും എത്തിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. പോലീസിന് മൊഴി നൽകിയപ്പം കളക്ടർ ഇക്കാര്യം പറഞ്ഞിട്ടില്ല, എന്നാൽ കോടതിയിലാണ്. അല്ല, പോലീസിന് മൊഴി നൽകിയപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ മൊഴി പോലീസ് കോടതിയിൽ ഹാജരാക്കി. അതാണ് മുൻകൂർ ജാമ്യ സമയത്ത് കോടതി അതിനെ വലിച്ച് ദൂരെ കളഞ്ഞത്. ഇപ്പം നമ്മൾ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി ഉണ്ടല്ലോ, നിസാർ അഹമ്മദ്, അദ്ദേഹം അന്ന് ഈ പോലീസ് കൊടുത്ത ഈ കളക്ടറുടെ മൊഴിയെ നിഷ്കരണം തള്ളിക്കളഞ്ഞു. എന്നിട്ടാണ് ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത്. പക്ഷേ ഇപ്പുറത്ത് ജാമ്യത്തിനായിട്ട് വന്നപ്പോൾ ഈ കളക്ടറുടെ കാര്യങ്ങളൊന്നും തന്നെ പ്രോസിക്യൂഷൻ അവിടെ അവതരിപ്പിച്ചില്ല. എന്ന് മാത്രമല്ല, ദിവ്യ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന് ഏത് പ്രതിക്കെതിരെയും പറയുന്ന തൊടുന്യായം ഇവിടെ ഉന്നയിച്ചു. അപ്പോൾ കോടതിക്ക് ഒരുപാടൊന്നും കോടതിക്ക് തടഞ്ഞു വെക്കാൻ പറ്റില്ല. സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട്, അനാവശ്യമായി അന്യായമായി ഒരു പ്രതിയെയും കസ്റ്റഡിയിലോ റിമാൻഡിലോ വയ്ക്കരുത്. ജാമ്യം ഒരാളുടെ അവകാശമാണ്, ആ അവകാശം അകാരണമായി നിഷേധിക്കരുത്. ദിവ്യയ്ക്ക് ജാമ്യം കൊടുക്കേണ്ടി വന്നു.
ഈ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യക്ക് പിന്നിൽ ദിവ്യയുടെ അസ്വാഭാവികമായ ഇടപെടലുകളൊന്നുമില്ല. പ്രോസിക്യൂഷൻ അങ്ങനെയാണ് പറയണത്. ഇപ്പം വാക്കുകൾ കൊണ്ട് അങ്ങനെ പറയണ്ട, പക്ഷെ പറയാതെ പറയുകയാണല്ലോ. ഇനി ഗൗതം ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഈ പ്രശാന്തിനെ സംബന്ധിച്ച് അടിമുടി ദുരൂഹതയാണ്. ഈ 5-ാം തീയതി വൈകിട്ടാണ് ഇയാൾ നവീൻ ബാബുവിനെ കാണുന്നതും നവീൻ ബാബു പ്രശാന്തിൻ്റെ നമ്പർ വാങ്ങുന്നതും. ഈ 5-ാം തീയതി രാവിലെ പകല് ഇയാൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരിക്കുകയാണ്. എന്തിനാ? കൈക്കൂലി കൊടുക്കാൻ. 1 ലക്ഷം രൂപയുടെ ലോണ് ഈ കൊയ്യം സഹകരണ ബാങ്കിൽ നിന്ന് എടുത്തു എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഇയാൾ ദൃശ്യമാധ്യമങ്ങളോട് വിവരം പങ്കുവച്ചിട്ടുണ്ട്. പ്രശാന്ത് ഏഷ്യാനെറ്റിന് കൊടുത്ത മൊഴിയല്ല കൈരളിക്ക് കൊടുത്തിരിക്കുന്നത്. മൊഴികളിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ വൈരുദ്ധ്യമുണ്ട്. ഈ വൈരുദ്ധ്യം ഒന്നും പോലീസ് പരിശോധിക്കുന്നില്ല. ഇയാൾ 5-ാം തീയതി നവീൻ ബാബുവിനെ വൈകിട്ട് കാണുന്നു. നവീൻ ബാബു ഫോൺ നമ്പർ വാങ്ങിക്കുന്നു. 6-ാം തീയതി രാവിലെ അദ്ദേഹം കൈക്കൂലി ആവശ്യപ്പെടുന്നു. 6-ാം തീയതി പകൽ കൈക്കൂലി ആവശ്യപ്പെടുന്നു. അതും എങ്ങനെ? ഇയാൾ വിളിക്കാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നവീൻ ബാബു വിളിക്കുന്നത്. സാർ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അനുമതി റെഡിയാണല്ലോ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും എന്ന് വിചാരിച്ചാണ് നവീൻ ബാബു വിളിച്ചതെന്നുള്ളൊരു നിഗമനത്തിലാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മളെത്തുന്നത്. അപ്പോൾ അങ്ങനെ നവീൻ ബാബു വിളിച്ചപ്പം ഇവർ ഒരേ ടവർ ലൊക്കേഷനിലാണ്. അപ്പോൾ അതൊരു തെളിവ് ക്രിയേറ്റ് ചെയ്യുകയാണ്, മനഃപൂർവ്വം സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ ഇല്ല മറ്റേ ദൃശ്യം സിനിമ വന്നതിന് ശേഷം വളരെ എളുപ്പമാണ്. ഒരു കൊലപാതകം ആത്മഹത്യയാക്കാനോ ആത്മഹത്യ കൊലപാതകമാക്കാനോ ഒക്കെ ഇത്തരത്തിൽ തെളിവുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് നേരത്തെ ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്, കൊല ചെയ്യണം, ഇദ്ദേഹത്തെ അപകടപ്പെടുത്തണം, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിടണം, എന്താണെങ്കിലും ശരി നേരത്തെ ആസൂത്രിതമായിട്ട് ആലോചിച്ച് ഗൂഢാലോചന നടത്തി തീരുമാനിച്ചിട്ടാണ് ഈ കുഴപ്പങ്ങളെല്ലാം. ഒക്ടോബർ 5 മുതൽ ഒരു തിരക്കഥയ്ക്ക് അടിസ്ഥാനമാക്കി ഇങ്ങനെ കാര്യങ്ങൾ നീക്കിയത്. അതാണ് 14-ാം തീയതി അദ്ദേഹത്തിൻ്റെ മരണത്തിൽ കലാശിച്ചത്. ദിവ്യ ഒരു മറ മാത്രമാണ്. ദിവ്യ മറയാണെന്നല്ല, വെറും ഒരു മറയല്ല, അതൊരു ഇരുമ്പ് മറയാണ്. ഒരു കടുത്ത ദുരൂഹതകളുള്ള ഒരു ഇരുമ്പ് മറയാണത്. ദിവ്യയ്ക്കും ഈ കാര്യങ്ങൾ അറിഞ്ഞുകൂടാതെ ദിവ്യ പോയി വെറുതെ അങ്ങ് ചെന്ന് പ്രശാന്തൻ്റെ വാക്കും കേട്ടോണ്ട് അങ്ങ് ഗീർവാണം മുഴക്കിയിട്ട് ഇറങ്ങി വരികയല്ല ചെയ്തത്. വളരെ ആസൂത്രിതമായിട്ടൊരു മാധ്യമപ്രവർത്തകനെ കൊണ്ടുപോയി അത് പീഡിപ്പിച്ച് അത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് അത് വൈറലാക്കി. ദിവ്യയ്ക്കും ഇയാളുടെ മരണം, നവീൻ ബാബുവിൻ്റെ മരണം ഉറപ്പാക്കുന്നതിൽ ഒരു പങ്കുണ്ട്. അത് ആത്മഹത്യയാണെങ്കിലും അല്ലെങ്കിലും. നേരത്തെ കൊലപ്പെടുത്തുന്ന ദിവ്യയ്ക്കും ഇത് അറിയാം ഇതിനെക്കുറിച്ച്. ഇല്ലെങ്കിൽ പിന്നെ ദിവ്യ എന്തിനാണ് മാധ്യമപ്രവർത്തകനെ കൊണ്ടുപോയത്, അവിടെ ചെന്ന് ഇത്രയും രൂക്ഷമായിട്ട് ഇയാൾക്കെതിരെ പ്രസംഗിച്ചത്, അപമാനിച്ചത്? അതിനുശേഷം എന്തുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ബാക്കി കേൾക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കളഞ്ഞു? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇരിക്കട്ടെ, നമുക്ക് പ്രശാന്തനിലേക്ക് തിരിച്ചു വരാം. ഈ പ്രശാന്തൻ 5-ാം തീയതി വൈകിട്ടാണ് ബന്ധപ്പെടുന്നതും ഇവർ തമ്മിൽ കാണുന്നതും ഒക്കെ ചെയ്യും. പക്ഷേ ഇയാൾ 5-ാം തീയതി രാവിലെ പോയി ഇത് ചെയ്യുന്നു. എന്നിട്ട് അയാൾ മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞാൻ റെയ്ഹാൻ്റെ കയ്യിൽ നിന്ന് 50,000 രൂപ, അവൻ്റെ കയ്യിൽ 50,000 രൂപ ഉണ്ടായിരുന്നു, അത് വാങ്ങി, പിന്നെ ഇവിടുന്നുമൊക്കെ കുറച്ച് പണമൊക്കെ മറിച്ചാണ് കൊണ്ടു കൊടുത്തത്. എന്നിട്ടും തികഞ്ഞില്ല, 98,500 രൂപ കൊടുത്തു എന്നാണ് ഇയാൾ പറയുന്നത്. ഇയാൾ സ്വർണം പണയം വെച്ചിരിക്കുന്നു അന്ന് രാവിലെ 5-ാം തീയതി. അപ്പോൾ ഒന്നുകിൽ ഇയാൾ സ്വർണം പണയം വെച്ചു എന്ന കാര്യം മറച്ചു വെച്ചിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇയാൾ സ്വർണം അന്ന് പണയം വെച്ചിട്ടുണ്ടാവില്ല, പിന്നീട് അതിന് അങ്ങനെ രേഖ ഉണ്ടാക്കിയെടുത്തതായിരിക്കാം, നമുക്കറിയില്ല. അതൊക്കെ ഒരുപാട് ദുരൂഹമായ കാര്യങ്ങളാണ്. അതൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ്. എന്തായാലും ശരി, ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ പ്രശാന്തനും പാകപ്പിഴകൾ വന്നിട്ടുണ്ട്. മാധ്യമങ്ങളെടുത്ത് പറഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി. ഏഷ്യാനെറ്റിനോടൊന്ന് പറയുക, കൈരളിയോട് വേറൊന്ന് പറയുക, മാതൃഭൂമിയോട് വേറൊന്ന് പറയുക, ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട്. എന്തായാലും ദിവ്യക്ക് ജാമ്യം കിട്ടി. ദിവ്യക്ക് ജാമ്യം കിട്ടി. ഇരുമ്പ് മറയാണെന്ന് പറയുന്നു. ഇനി ഇതിനകത്ത് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഒരു CBI അന്വേഷണം കൃത്യമായിട്ട് ഫോറൻസിക് തെളിവുകളുടെയും സൈബർ സെല്ലിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടിയ ഒരു CBI അന്വേഷണം വന്നാൽ മാത്രമേ നവീൻ ബാബുവിൻ്റെ മരണം എങ്ങനെ സംഭവിച്ചു, അത് ആത്മഹത്യയാണോ അതോ മറ്റേതെങ്കിലും വിധത്തിൽ അപകടപ്പെടുത്തിയതാണോ, ഇതെല്ലാം പുറത്തു വരികയുള്ളൂ. സുശാന്തയുടെ അവസാനം ഒരു കാര്യം ചോദിക്കാം. എന്തിനാണ്
നവീൻ ബാബുവിനെ കൊലപ്പെടുത്തുന്നത്? എന്ത് പകയാണ് അദ്ദേഹത്തിന് പിന്നാലെ ഉള്ളത് എന്നുള്ള സംശയങ്ങൾ നമ്മൾ പലതും പറയുമ്പോഴും എന്തിന് അദ്ദേഹത്തിനെ കൊല്ലുന്നു, അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തത്? അതാണല്ലോ തെളിയേണ്ടത്, അതാണല്ലോ അറിയേണ്ടത് ലോകത്തിന്. ഇത് എന്തായിരിക്കും പിന്നിൽ കണ്ണൂർ CPM ജില്ലാ ഘടകത്തിനെ അലോസരപ്പെടുത്തുന്ന, അവരെ പ്രതിരോധത്തിലാക്കുന്ന എന്തോ ഒരു വിവരം നവീൻ ബാബുവിൻ്റെ കയ്യിലുണ്ട്. അത് അദ്ദേഹം പുറത്തുവിടും എന്ന് ഭയന്നിട്ടാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ എന്ന് നമുക്കും വിചാരിക്കാം.